Hi friends, Health and Motivation എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്നും ഒരു ബ്യൂട്ടി റിലേറ്റഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അതേപോലെ തന്നെ നമ്മളെ ഫേസ് മാത്രമല്ല നമ്മുടെ ബോഡി ഫുൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്ന മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ഫേസിലോട്ടാണ്, അവരുടെ ഫേസ് നല്ലതായിരിക്കണം അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അവരുടെ ബോഡി എങ്ങനെ കെയർ ചെയ്യണമെന്ന് അവർ നോക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ അണ്ടർആം ഡാർക്ക്നെസ് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അതിനൊരു കുഞ്ഞ് റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അണ്ടർആം ഡാർക്ക്നെസ് എല്ലാവരും ചിന്തിക്കും. നമ്മൾ ഈ ഫിലിംസൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ തന്നെ ആഡ്സൊക്കെ കാണുമ്പോഴും വിചാരിക്കും, അയ്യോ അവരുടെ അണ്ടർആംസിൽ ഒട്ടും ഡാർക്ക്നെസ് ഇല്ലല്ലോ, അവരുടെയൊക്കെ നല്ല വൈറ്റനായിട്ടിരിക്കുന്നുണ്ടല്ലോ, എൻ്റെത് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോൾ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും. പിന്നെ അവർക്ക് സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടാൻ ഒരു മടിയായിരിക്കും, പുറത്ത് ആൾക്കാരെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടാലോ ഒന്ന് കൈ പൊക്കാനോ എല്ലാത്തിനും ഒരു ഭയങ്കര ഒരു ഇൻഹിബിഷനായിരിക്കും അവർക്കുള്ളിൽ തന്നെ. അപ്പോൾ അവർക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? മെയിൻലി നമ്മൾ കുറേ മിസ്റ്റേക്സ് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, പിന്നെ അത് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ പ്രോഡക്ട്സ്, ഇതൊക്കെ കൊണ്ടാണ് ഡാർക്ക്നെസ് ഉണ്ടാവുന്നത്. നമുക്ക് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടാവും, പക്ഷേ അത് നമുക്ക് ഓൾറെഡി ഉണ്ടാവുന്നതാണ്. അല്ലാതെ എക്സ്ട്രാ വരുന്ന ഡാർക്ക്നെസ് ഒക്കെ നമുക്ക് കുറേ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പം വീടുകളിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് റേസേഴ്സ് യൂസ് ചെയ്യും, നമ്മുടെ അണ്ടർആം ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ബ്യൂട്ടി പാർലറിൽ പോയി വാക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ അവരെല്ലാവരും വീക്കിലി റേസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റേസേഴ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ, നമ്മൾ റേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലുള്ള ഹെയർ മാത്രമേ പോകുന്നുള്ളൂ, റൂട്ടിൽ നിന്ന് ഹെയർ നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്നില്ല. അപ്പോൾ മുകളിലുള്ള ഹെയർ മാത്രം പോകുമ്പോൾ ആ ഹെയർസ് ഒരു കുഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് ഡേ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ റേസ് ചെയ്യുന്നതിൻ്റെ ഒരു 2 days കഴിയുമ്പോഴത്തേക്കും ഈ കുഞ്ഞായിട്ട് നിൽക്കുന്ന, ആ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഹെയർ കുറച്ചുകൂടെ ഒന്ന് ഗ്രോ ചെയ്യും. ആ ഗ്രോ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ അണ്ടർആംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇച്ചിരി ടൈറ്റായിട്ട് പ്രസ്സായിട്ടായിരിക്കുന്നത്. സോ ഈ കുറച്ച് പിന്നെ 2 days കഴിഞ്ഞ് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഈ ഒരു ഹെയർസ് ഓപ്പോസിറ്റ് പോയി സ്ക്രാച്ച് ഉണ്ടാക്കും, അല്ലെങ്കിൽ മൈക്രോ ടയേഴ്സ് ഉണ്ടാക്കും. ഈ മൈക്രോ ടയേഴ്സ് നമുക്ക് ഡാർക്കനിങ്ങിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ബെസ്റ്റ് ഹെയർ റിമൂവൽ മെത്തേഡ് എന്ന് പറയുന്നത് വാക്സിംഗ് ആണ്. വാക്സിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹോട്ട് വാക്സ് വളരെ നല്ലതാണ്. പക്ഷേ എനിക്കൊന്ന് നമ്മൾ ഈ നോർമൽ പീപ്പിളിന് 2 weeks കൂടുമ്പോൾ പോയി ഹോട്ട് വാക്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇച്ചിരി പെയിൻഫുള്ളാണ്, പിന്നെ മേ ബി അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ളവർ എനിക്ക് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞത് റേസേഴ്സ് അഥവാ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വാക്സിംഗ് ആണ്. പക്ഷേ അവർക്ക് ഈ റേസേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഭയങ്കര ഷാർപ്പായിട്ടുള്ള റേസേഴ്സ് തന്നെ യൂസ് ചെയ്യുക. അല്ലാണ്ട് ഷാർപ്പ് ഇല്ലാത്ത റേസേഴ്സ് ആകുമ്പോൾ നമ്മൾ കുറേ ടൈം അവിടെ റേസ് ചെയ്യേണ്ടി വരും ഹെയർ റിമൂവ് ആകാൻ വേണ്ടി. അങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ട് കൊണ്ടുപോകരുത്. വൺ ടൈം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് തന്നെ നമുക്ക് ഷാർപ്പനായിട്ടുള്ളത് ചെയ്യുമ്പോൾ ആ സമയത്തിന് ഹെയർ എല്ലാം പോകും. അപ്പോൾ കഴിവതും വാക്സിങ് ചെയ്യുക. അല്ലാത്തവർക്ക് വാക്സിങ് ചെയ്യാൻ പാടായിട്ടുള്ളവർക്ക് ഷാർപ്പനായിട്ടുള്ള റേസേഴ്സ് യൂസ് ചെയ്യാം. പിന്നെയുള്ളൊരു മെത്തേഡ് ഞാൻ കണ്ടുവരുന്നത്, നമ്മൾ ഡിയോഡ്രൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിയോഡ്രൻസ്, ബോഡി സ്പ്രേ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരിക്കലും അണ്ടർആംസിൽ ഡയറക്റ്റായിട്ട് ഡിയോഡ്രൻസോ അല്ലെങ്കിൽ റോൾ ഓൺ സ്പ്രേയോ അങ്ങനത്തെ ഒരു ഐറ്റംസും നമ്മുടെ അണ്ടർആംസിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഈ ആൽക്കഹോൾ കണ്ടൻറ്റും നമ്മുടെ ഈ ഡിയോഡ്രൻസിലും റോൾ ഓണിലെല്ലാം നമുക്ക് ആൽക്കഹോൾ കണ്ടൻ്റ് ഉണ്ട്. ഈ ആൽക്കഹോൾ കണ്ടൻറ്റും അതേപോലെ തന്നെ നമ്മുടെ സ്വെറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്കൊരു ഡാർക്കനിങ് എഫക്റ്റ് ഉണ്ടാക്കും. അത് നമുക്ക് അത്ര നല്ലതല്ല. സോ നിങ്ങൾക്ക് അത്ര ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നവരാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ഡ്രസ്സ് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുക. അതും അതിനകത്ത് തന്നെ എപ്പോഴും കാണും നമ്മൾ ഡിയോഡ്രൻ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം നമ്മൾ അടിക്കാൻ. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മുടെ അണ്ടർആംസിൽ ഡിയോഡ്രൻറ്റോ റോളോണോ യൂസ് ചെയ്യരുത്. എപ്പോഴും ഡ്രസ്സ് ഇട്ടിട്ട് വേണം യൂസ് ചെയ്യാൻ. അടുത്ത് പറയേണ്ടത്, ഒരിക്കലും നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടരുത്. കാരണം ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ആകുമ്പോൾ
അവിടെ ഭയങ്കര ടൈറ്റായിപ്പോൾ പിന്നെ എയർ സർക്കുലേഷൻ നടക്കില്ല. ഇപ്പോൾ അത്യാവശ്യത്തിന് ഇടുന്നത് ഓക്കെ, അല്ലാണ്ട് കഴിവത് നിങ്ങൾ മാക്സിമം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് എയർ സർക്കുലേഷൻ കിട്ടുന്ന ടൈപ്പ് ഡ്രസ്സസ് ഇടുക. ടൈറ്റ് ഡ്രസ്സസ് മാക്സിമം ഒഴിവാക്കുക. കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഇപ്പോൾ എ സിയിലൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളൊരു കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ കഴിവതും മാക്സിമം ടൈറ്റ് ഡ്രസ്സസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരിക്കലും ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്യരുത്. ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി ബെറ്റർ ഇത് റേസറിനെക്കാളും വാക്സിങ്, റേസർ, ഹെയർ റിമൂവൽ ക്രീം. ഒരിക്കലും ഹെയർ റിമൂവൽ ക്രീം നിങ്ങൾ യൂസ് ചെയ്യരുത്. അതിലും കെമിക്കൽസ് ഉണ്ട്. അതും നമ്മുടെ അണ്ടർആം ഡാർക്കനിങ്ങിന് വേണ്ടിയിട്ട് ഡാർക്കനിങ് ഉണ്ടാക്കും. സോ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ചിലർക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ചെറുതായിട്ട് ഒരു സ്കിൻ ഡാർക്കനിങ് എല്ലാവർക്കും ഉണ്ടാകും. പിന്നെ ഈ നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന സെലിബ്രിറ്റീസിനൊക്കെ അവർ കുറേ വാക്സിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആഡിലും അല്ലെങ്കിൽ തന്നെ ഫിലിംസിലൊക്കെ വരുമ്പോൾ മാക്സിമം അവർ മേക്കപ്പ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ സോ അത്രയും വൈറ്റനിങ് നിങ്ങൾ ഈ വാക്സിങ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വൈറ്റ് ആകും, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വൈറ്റായിട്ട് ഇരിക്കുന്ന പോലെ വൈറ്റ് ആകും എന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷെ നമുക്കൊരു 80% വരെ നമ്മുടെ ഡാർക്കനിങ് കുറയ്ക്കാൻ പറ്റും എന്നേ ഉള്ളൂ. കാരണം അതിലൊക്കെ ആഡ്സിലൊക്കെ കാണുന്ന സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ ഫുൾ മേക്കപ്പാണ്. കാരണം അവർക്ക് അത്രയും റീച്ച് വേണം. സോ അവരെന്തായാലും മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത്രയും പെർമനൻറ്റ് വൈറ്റനിങ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു 80% വരെ നമുക്ക് ഈ മെത്തേഡ്സ് വഴി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ വണ്ണമുള്ളവർക്കൊക്കെ ഡാർക്കനിങ് ഉണ്ടാവും. അത് അവരുടെ ബോഡി നേച്ചറാണ്. പിന്നെ അത് മാത്രമല്ല PCOD പ്രശ്നം. ഇപ്പോൾ കുറേ നമ്മുടെ ഈ ടീനേജ് പിള്ളേരെ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നമാണ് PCOD പ്രശ്നം. ഈ PCOD പ്രശ്നമുള്ളവർക്കും സ്കിൻ ഡാർക്കനിങ് ഉണ്ടാവും. നമ്മുടെ അണ്ടർആം ഡാർക്കനിങ് മാത്രമല്ല നെക്ക് ഡാർക്കനിങ്ങും ഉണ്ടാവും. സോ നമുക്ക് അത് ചെയ്യേണ്ട ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങളുടെ PCOD ട്രീറ്റ് ചെയ്യുക. അതിനെന്താണോ പ്രശ്നം ആ PCOD നിങ്ങളുടെ ഡയറ്റും നിങ്ങളുടെ മെഡിസിൻസും, നിങ്ങളൊരു ഗൈനക്കോളജി ഡോക്ടറെ കണ്ട് നിങ്ങളൊരു ഡയറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ കൂടുതൽ നിങ്ങൾ മെഡിസിൻസ് കഴിക്കുക. നിങ്ങളത് ട്രീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അണ്ടർആം വാക്സിങ്ങും അതേപോലെ തന്നെ ഞാനൊരു പാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. പാക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചില പിൽസ് യൂസ് ചെയ്യുന്നവർക്ക് OCP പിൽസ്, ദാറ്റ് മീൻസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ പിൽസ്, അതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് നമുക്ക് അണ്ടർആം ഡാർക്കനിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വാക്സിങ് ചെയ്യുക 2 weeks കൂടുമ്പോൾ. അതാണ് ബെറ്റർ. കാരണം വാക്സിങ് ചെയ്യുമ്പോൾ ആ ഹെയർ ഫോളിക്കിലൂടെയാണ് പോകുന്നത്. അപ്പോഴത്തേക്കും അത്ര ഒരു ഡാർക്കനിങ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് റേസേഴ്സേ പറ്റുന്നുള്ളൂ, നിങ്ങൾക്ക് വാക്സിങ് പെയിൻഫുള്ളാണ്, അഫോർഡബിൾ അല്ല, നിങ്ങൾക്ക് 2 weeks കൂടുമ്പോൾ പോകാൻ ഭയങ്കര പാടാണ്, അങ്ങനത്തെ തിങ്സ് ആണെങ്കിൽ റേസർ യൂസ് ചെയ്യുവാണെങ്കിൽ മാക്സിമം നല്ല ഷാർപ്പായിട്ടുള്ള റേസേഴ്സ് യൂസ് ചെയ്യുക. ക്രീംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ടൈറ്റ് ഡ്രസ്സസ് അവോയ്ഡ് ചെയ്യുക. ഡയറക്റ്റ് പെർഫ്യൂംസും അതേപോലെ തന്നെ ഡിയോഡ്രൻസ് അല്ലെങ്കിൽ റോൾ ഓൺ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ PCOD പേഷ്യൻസ് ആണെങ്കിൽ അവരാദ്യം PCOD ട്രീറ്റ് ചെയ്യുക, ഡയറ്റ് ഫോളോ ചെയ്യുക, അതിനുള്ള മെഡിസിൻസ് കഴിക്കുക. എന്നിട്ട് നമുക്ക് അണ്ടർആം ഡാർക്കനിങ് കുറയ്ക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. 2 week അല്ലെങ്കിൽ 1 week, വീക്ക്ലി വൺസ് നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. എക്സ്ഫോളിയേഷൻ മീൻസ് എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടർആംസിൽ മാത്രമല്ല നമ്മുടെ ബോഡി ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാനിപ്പോൾ അണ്ടർആംസിൻ്റെ കാര്യമേ പറയുന്നുള്ളൂ. ഫുൾ ബോഡി കെയർ ഞാൻ ഒരു ദിവസം പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അണ്ടർആംസിൽ നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എക്സ്ഫോളിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന കോഫി പൗഡറിൽ ഗ്രാനുൾസ് ഉള്ള കോഫി പൗഡർ ഉണ്ടാവും. അതാകുമ്പോൾ മൈൽഡാണ്. നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ തിങ് നമ്മുടെ വീട്ടിലുള്ള ഹോം റെമഡീസ് ആയ കോഫി പൗഡർ വിത്ത് ഗ്രാനുൾസ് ഉള്ളത് യൂസ് ചെയ്യുക. അത് വെച്ച് നമുക്ക് വീക്ക്ലി വൺസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്വെറ്റൊക്കെ വന്ന് അവിടെയും കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് പോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഡേർട്ടും അങ്ങനത്തെ സാധനങ്ങളും എല്ലാം വന്ന് അടിഞ്ഞിരിക്കും. അപ്പോൾ ഈ ഡേർട്ടും സ്വെറ്റും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഒരു ഭയങ്കര സ്മെല്ലും ഡേർട്ടി സ്മെല്ലും പിന്നെ അത് മാത്രമല്ല ഡാർക്കനിങ്ങിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ സോ നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ ആ പോർട്സൊക്കെ ക്ലീൻ ആകും, ഡേർട്ടൊക്കെ ഇളകിപ്പോവും. സോ നമുക്ക് കോഫി പൗഡർ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു തിങ് കോഫി പൗഡറാണ്. കോഫി പൗഡർ വെച്ച് നമുക്ക് വീക്ക്ലി വൺസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. പിന്നെ ഞാനൊരു കുഞ്ഞ് പാക്കിനെ കുറിച്ച് പറഞ്ഞുതരാം. നമുക്ക് വീട്ടിൽ വച്ചുള്ള സാധനങ്ങൾ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്ക്.
എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനമായിരിക്കും കടലമാവ്. നമുക്ക് കടലമാവ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഭയങ്കര നല്ലതായിട്ടുള്ള സാധനമാണ് കടലമാവും. പിന്നെ നമുക്ക് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോഫി പൗഡർ ഇടാം വിത്ത് ഗ്രാനുൾസ്. ഒരു എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് ഗ്രാനുൾസും ഇട്ട്, ഈ കോഫി പൗഡർ വിത്ത് ഗ്രാനുൾസും കൂടെ ഇട്ട്, പിന്നെ ഇച്ചിരി ഒന്നുകിൽ നമുക്ക് തൈരോ അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ പാലോ, ഇതിൽ മൂന്നിലേതെങ്കിലും ഒരു സാധനം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ കടലമാവും പിന്നെ ഈ നമ്മുടെ ലെമൺ ജ്യൂസ്, കോഫി പൗഡർ വിത്ത് ഗ്രാന്യൂൾസ്, ഇത് മൂന്നും ഇട്ട്, പിന്നെ അതിൽ വെള്ളമോ അല്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ മിൽക്കോ, നിങ്ങൾക്ക് എന്താണോ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നത് അത് വെച്ച് യൂസ് ചെയ്യാം. ഇത് വെച്ചിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട്, പാക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അണ്ടർ ആംസിലും, ഇത് പക്ഷേ നിങ്ങളുടെ നെക്ക് റീജിയനിലും നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഫേസിൽ എന്തിട്ടാലും നെക്കിലിടണമെന്നാണ് പറയുന്നത്, പക്ഷേ ആരും നെക്കിലിടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി നെക്കിലും കൂടെ ഇടാം. ഇത് നമുക്ക് നന്നായിട്ട് ഒരു ഹാഫ് ആൻ അവർ ഇട്ടേക്കുക. ഹാഫ് ആൻ അവർ ഇട്ടിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക, പതുക്കെ സ്ക്രബ് ചെയ്തെടുക്കുക. ഈ ഫേസ് പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിട്ട്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതായിട്ട് 3 days കൂടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു പാക്ക് നമ്മളിടുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഇന്ന് ഞാൻ പാക്ക് ഇട്ടു, നാളെ എനിക്ക് ഓക്കെ ആകുമായിരിക്കും, എൻ്റെ ഡാർക്ക്നെസ്സൊക്കെ മാറുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അറ്റ്ലീസ്റ്റ് 1 month ഇട്ടാൽ പോലും നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക, ഒരു മാക്സിമം 3 months എങ്കിലും വേണം വിസിബിൾ എഫക്റ്റ് ഉണ്ടാകാനായിട്ട്. കാരണം ഫേസ് പോലെയല്ല നമ്മുടെ അണ്ടർആം എന്ന് പറയുന്നത്, ഇച്ചിരി ടൈം എടുക്കും. നമ്മൾ എന്ത് പാക്കോ എന്ത് യൂസ് ചെയ്താലും അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ടൈം എടുക്കും. സോ ഇന്നിട്ട് നാളെ എനിക്ക് വൈറ്റ് ആകും, അതാകും എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ഇടരുത്. അപ്പം മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം ഇടുക. അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും ഈ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു കണ്ടിന്യൂസ് ഒരു 3 months യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട്സ് കണ്ടു തുടങ്ങും. പിന്നെ അത് കണ്ടിന്യൂസ് ആകുമ്പോൾ നിങ്ങളുടെ ഒരു 80% ഡാർക്ക്നെസ് റിമൂവ് ആവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് ഞാനൊരു നമ്മുടെ ബോഡി കെയർ, നമ്മുടെ സ്കിൻ കെയറും അതെല്ലാം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ പേര് അണ്ടർആം ഡാർക്ക്നെസ്സിനെ കുറിച്ച് ഭയങ്കരമായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ടെന്ന്. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. സോ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.